IPL ആദ്യ മത്സരങ്ങൾ ആവേശകരമായ മത്സരങ്ങൾ തന്നെയാണ്. നമ്മളൊരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമൊക്കെയാണ് കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഇത്തവണ നമ്മൾ കാണുന്നത്. പല മത്സരങ്ങളിലും വലിയ സ്കോർ ടീമുകൾ നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ലോ സ്കോറിംഗ് മാച്ചുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സീസണിൽ ഇത് നോക്കുകയാണെങ്കിൽ RCB ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ഈ IPL തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു 18ാമത്തെ സീസൺ കോഹ്ലിയുടെ നമ്പർ 18, ജേഴ്സി നമ്പർ 18 ഇത്തവണ RCB കപ്പടിക്കും എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇത്തവണ നോക്കുകയാണെങ്കിൽ RCB ഫസ്റ്റ്, ഡൽഹി രണ്ടാം സ്ഥാനത്ത്. ഈ രണ്ട് ടീമുകൾ മാത്രമേ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളും വിജയിച്ചിട്ടുള്ളൂ. ബാക്കി ചില ടീമുകളൊക്കെ 3 മത്സരങ്ങൾ കളിച്ച് 2 മത്സരങ്ങൾ തോറ്റ ഒരു വിജയമൊക്കെ ആയിട്ട് നിൽക്കുന്ന ടീമുകളാണ്. ഇത്തവണ RCBക്ക് ശരിക്കും പറഞ്ഞ സാധ്യത ഉണ്ടോ? നമുക്ക് ഇപ്പോഴത്തെ ടീം വെച്ചിട്ട് ഈ 2 മത്സരങ്ങൾ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊരു അനാലിസിസ് നടത്താൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും എന്താണ് തോന്നുന്നത്? RCB കഴിഞ്ഞ 2 മത്സരങ്ങളും ജയിച്ചു എന്നുള്ളതാണ്. അതായത് മുൻപിലെ ചാമ്പ്യന്മാരായ നിലവിലെ ചാമ്പ്യന്മാരെ കൊൽക്കത്തയെ പരാജയപ്പെടുന്നു, പിന്നാലെ ചെന്നൈയെ പരാജയപ്പെടുന്നു. ചെന്നൈയിലെ ചെപ്പോക്കിലെ കോട്ടയിൽ 18 വർഷങ്ങൾക്ക് ശേഷം അവർ ആധികാരികമായിട്ട് വിജയം സ്വന്തമാക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്തനെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുന്നു. പക്ഷേ നിലവിലത്തെ അവസരത്തിൽ RCB നല്ലതായിട്ട് ശക്തമായ ടീമാണ്. പക്ഷേ നമ്മൾ ബാംഗ്ലൂരിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ കാലത്തും IPL തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ ഏറ്റവും കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങുന്ന ഒരു ടീമാണ്. അതായത് ദേശീയ ടീമിലോട്ട് വരുമ്പോൾ കോഹ്ലി അവിടെ കിങ്ങും, IPLോട്ട് വരുമ്പോൾ RCBയിലോട്ട് വരുമ്പോൾ അവിടെ കോഹ്ലിനെ എല്ലാവർക്കും കളിയാക്കാനും എല്ലാ വർഷവും നമ്മൾ ഈ വർഷം കപ്പ് ഈ സാലക്കപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള എല്ലാ വർഷവും അത് നേരെ ചെന്ന് ആക്ഷേപം ചെന്ന് അമ്പ് ചെന്ന് കൊള്ളുന്ന കോഹ്ലിയുടെ ദേഹത്തോട്ടാണ്. പക്ഷേ ഇത്തവണ കോഹ്ലി ഭയങ്കര ഫ്രീ ആണ്. കാരണം പുള്ളി നിലവിലെ ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ 2020 ലോകകപ്പ് നേടി. ഇനി അത് ഈ IPLലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് വളരെ കുറച്ച് അദ്ദേഹം തന്നെ സൂചന നൽകുന്നുണ്ട്. ഇനി അധികം ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ട് അധികം കാലം ഉണ്ടാവില്ല എന്ന് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ IPL ഭയങ്കര എൻജോയ് ചെയ്ത് കളിക്കുകയാണ് കോഹ്ലി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തീർച്ചയായും എൻജോയ് ചെയ്ത് കളിക്കുന്നു പറയുമ്പോഴേ കഴിഞ്ഞ മത്സരത്തിലൊരു ഇതുണ്ടായിരുന്നു. അതായത് 17 പന്ത് കോഹ്ലിയുടെ ഹെൽമെറ്റിൽ തട്ടുന്നുണ്ട്. കോഹ്ലി ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. അതായത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു തിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല അടുത്ത ബോള് വളരെ അഗ്രസീവായിട്ട് 6 അടിക്കുകയും ചെയ്ത് അടുത്ത ബോൾ 4 അടിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. 17 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 17 ഒരു വിക്കറ്റ് എടുത്താൽ പോലും അധികം ആഘോഷിക്കാത്ത, വളരെ ചിരിച്ച് മാത്രം ആഘോഷിക്കുന്ന, ഒരു പ്രത്യേക തരത്തിൽ കൈകൂപ്പിയൊക്കെ ആഘോഷിക്കുന്ന ഒരു താരമാണ്. കണ്ണൊക്കെ അടച്ച് ആഘോഷിക്കുന്ന ഒരു താരമാണ്. 17 വരെ ചിരിച്ചു പോകുന്നുണ്ടായിരുന്നു. കോഹ്ലി ഇത്രയും ദേഷ്യത്തിൽ അത് പന്തറിയാതെ തട്ടി എന്നുള്ള രീതിയിൽ. അപ്പൊ കോഹ്ലി കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കളിക്കുന്നത് തീർച്ചയായിട്ടും അത് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതും. അതായത് നമ്മൾ പറയും ക്യാപ്റ്റൻ സ്ഥാനം ഇത്തവണ ഏറ്റെടുക്കാൻ കോഹ്ലി തയ്യാറില്ല, പകരം പട്ടിദാറിന് ക്യാപ്റ്റൻ സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ടീമിൽ ഗ്രൗണ്ടിൽ ഒരു ക്യാപ്റ്റൻ്റെ അതേ ഒരു ആർജവത്തോടെ കോഹ്ലി സാന്നിധ്യമുണ്ട്. DRSൽ കഴിഞ്ഞ ദിവസം മത്സരം ചെന്നൈക്കെതിരെ നിർണായക DRS എടുക്കുന്നതിലടക്കം കോഹ്ലിയുടെ ഇടപെടലുണ്ട്. അപ്പീൽ ചെയ്യുന്നതിലും എല്ലാം അഗ്രസീവാണ് കോഹ്ലി ഗ്രൗണ്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീം ഒരു ശക്തമാണ്. കാരണം ഈ തവണത്തെ ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടീം, ഫിലിപ്പ് സോൾട്ടിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഓപ്പണിങ്ങിൽ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാനാണ്. അപ്പോൾ കോഹ്ലിക്ക് അത് അവിടെ ഒരു പ്രഷർ കുറയുന്നൊരു സാന്നിധ്യമുണ്ട്. ഒരു പ്രഷർ കുറയുകയാണ്. അതിന് പിന്നാലെ വരുന്ന ദേവദത്ത് പടിക്കലുണ്ട്, പിന്നെ പട്ടിദാർ മികച്ച ഫോമിലാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നല്ല രീതിയിൽ ഫോം ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള താരമാണ്. പട്ടിദാറിനെ നമ്മൾ ക്യാപ്റ്റൻസിയിൽ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യയോ ഒക്കെ ക്യാപ്റ്റൻ ആവുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പട്ടിദാറിനെ ക്യാപ്റ്റൻ ആക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂർ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് കോഹ്ലിയുടെ ഒരു ലീഡർഷിപ്പ് എന്തായാലും പട്ടിദാർക്ക് പിന്നിൽ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ്. കോഹ്ലിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ 2 മത്സരങ്ങൾ നടക്കുന്നത്. പക്ഷേ 2ാമത്തെ മത്സരത്തിൽ കോഹ്ലി ബാറ്റിങ്ങിൽ ഒരു മെല്ലെപ്പോക്ക്, കാരണം മറ്റുള്ള താരങ്ങളൊക്കെ അടിച്ച് കളിക്കുന്ന സമയത്ത് ഒരു 30 പന്തിൽ 31 റൺസാണ് കോഹ്ലി നേടിയത്. അതൊരു ബാറ്റിങ്ങിൽ കോഹ്ലി കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? ബാറ്റിങ്ങിൽ കോഹ്ലി കുറച്ചും കൂടെ ഒരു അറ്റാക്കിംഗ് കൂടി കളിക്കണം. കാരണം ഈ സോൾട്ട് ഇപ്പുറം അടിച്ച് കളിക്കുന്നവരാണ് കോഹ്ലി ഇച്ചിരി ഒരു ഗിയർ മാറ്റിയുള്ള കളിക്കുന്നത്. പക്ഷേ സോൾട്ട് ഒരു IPL വരുമ്പോഴത്തേക്ക് അങ്ങനെ കളിക്കാൻ പാടില്ല. സഞ്ജു മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ പന്തും അടിക്കാൻ പറ്റുക, 6 അടിക്കുക, ബൗണ്ടറി എടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാറി വരുന്ന സീസണിൽ. കാരണം ഇപ്പോഴത്തെ ഈ തവണത്തെ IPL സീസൺ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാറ്റിംഗ് ഭയങ്കര ഫ്രീ ആയതുപോലെ തോന്നുന്നു. എല്ലാ മത്സരത്തിലും 200 മുകളിൽ സ്കോർ കയറുന്നുണ്ട്. കഴിഞ്ഞ 2 IPL സീസൺ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ 180, 190 വലിയ സ്കോറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 230, 240 ഒക്കെ ചേസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയാലും എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോഹ്ലിയുടെ കാര്യത്തോടെ നമ്മൾ വരുമ്പോഴത്തേക്കും കോഹ്ലിക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് കുറച്ചും കൂടി ബാറ്റിംഗ് അറ്റാക്കിംഗ് കൂടി കളിക്കാം. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ശേഷം വരുന്ന പട്ടിദാർ വരുന്നുണ്ട്, ദേവദത്ത് പടിക്കൽ വരുന്നുണ്ട്, പിന്നെ ലിവിങ്സ്റ്റൺ ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും അവസാനം വരുന്ന വാലറ്റിൽ നിന്ന് ടിങ് ഡേവിഡ് വരുന്നു. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മുടെ അവസാന ഓവറിൽ 3 6 തുടർച്ചയായിട്ട് അടിച്ചു. അപ്പം കോഹ്ലിക്ക് അടിച്ച് കളിക്കാനുള്ളൊരു ഉണ്ട്. നിലവിൽ
ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു അത്തരത്തിലുള്ള ഒരു ഫീലോട്ട് എത്താൻ വരുന്നില്ല. സോ അടുത്ത മത്സരങ്ങൾ തന്നെ കാണിച്ചുള്ള സുഖമായിട്ടുണ്ടാവും. കാരണം നിലവിൽ ആദ്യത്തെ മത്സരങ്ങൾ വിജയിക്കുക എന്നുള്ളൊരു ഉണ്ടാവും, ഗ്രീസിൽ നിലയുറപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാവും. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് പറയാം, പ്രത്യേകിച്ച് അപ്പുറത്തെ സൈഡിൽ ഒരു ബാറ്റ്സ്മാൻ നിന്ന് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെന്നൈയിലൊക്കെ ഒരു നിർണായക വിജയം നേടാൻ കഴിഞ്ഞതിൽ ആ ടീമിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 2008 വിജയിച്ച ആ ഒരു മൈതാനത്ത് ഒരു മത്സരം മാത്രമാണ് RCB വിജയിച്ചിട്ടുള്ളത്. അതായത് ആകെ 10 മത്സരങ്ങൾ കളിച്ചിട്ട്, ഈ മത്സരത്തിന് മുമ്പ് ആകെ 9 മത്സരങ്ങൾ കളിച്ചിട്ട് അവിടെ ഒരു വിജയം മാത്രമാണ് RCBക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ചെന്നൈനെ തോൽപ്പിച്ചിട്ട് അത് ആ മത്സരം 2 ആക്കിയിട്ട് ഒരു വളരെ അഭിമാനകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് അവിടെ RCB കാഴ്ചവെച്ചത്. പക്ഷേ ഇത് പറയുമ്പോൾ വേറൊരു രസകരമായിട്ടുള്ളൊരു ചർച്ച കൂടി ഇപ്പുറത്തെ സൈഡിലൂടെ നടക്കുന്നുണ്ട്. RCB 1ാം സ്ഥാനത്താണ് ഇപ്പോൾ പോയിന്റ് ടേബിളിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീരേന്ദ്ര സെവാഗ് ഒരു പരാമർശം നടത്തിയതാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത്. RCB ഒരു ഭാഗത്ത് മികച്ച പെർഫോമൻസ് 2 മത്സരങ്ങൾ കാഴ്ചവെക്കുകയും ഇനി വലിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സെവാഗ് പരിഹസിക്കുന്നുണ്ട്. RCB പരിഹസിക്കുക സെവാഗ് പറയുന്നത് ഈ പാവം പിടിച്ച ആളുകൾക്ക്, അതായത് അവരും കൂടിയൊന്ന് ഈ ടോപ്പ് ഇരിക്കുന്നതൊക്കെ ഒന്ന് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തുള്ളതൊക്കെ അവരും കൂടി ഒന്ന് അനുഭവിക്കട്ടെ അതിൻ്റെ സുഖം എന്ന രീതിയിലൊക്കെ സെവാഗ് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം നടത്തിയത് ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്, വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. ആളുകൾ ഉന്നയിക്കുന്നൊരു ചോദ്യം, വീരേന്ദ്ര സെവാഗ് IPL കപ്പ് നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായും പഞ്ചാബിനും ഡൽഹിക്കൊക്കെ വേണ്ടിയിട്ടാണ് സെവാഗ് മുമ്പ് കളിച്ചിട്ടുള്ളത്. അദ്ദേഹം ബാറ്റിങ്ങിലൊരു മികച്ച റെക്കോർഡ് IPL അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മികച്ച പല വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ IPL കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം വിളിക്കുന്ന ഗരീബ് എന്നുള്ളൊരു വാക്കാണ്, പാവപ്പെട്ട എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ പറയുന്നത് RCBനെ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവൻ എന്നല്ല ഞാൻ പറയുന്നത്. സാമ്പത്തികമായിട്ട് എല്ലാ IPL ടീമുകൾക്കും അവരുടേതായ രീതിയിൽ ഭദ്രത ഉണ്ട്. പക്ഷേ ഒരു കപ്പിൻ്റെ കാര്യത്തിൽ അവരൊരു എന്താ പറയുക, കപ്പിൻ്റെ കാര്യത്തിൽ ഒരു ദാരിദ്ര്യം RCB അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സെവാഗ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആദ്യ 2 മത്സരമൊക്കെ കളിച്ച് ടോപ്പ് ഇതിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും അത് സ്വാഭാവികമായിട്ടും ഒരു കോഹ്ലിനെ ഒരു ചെറുതായിട്ടും ചൊറിഞ്ഞതാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം 2 തുടർച്ചയായിട്ട് നിലവിലെ ചാമ്പ്യന്മാരെ പരാജയപ്പെടുന്നു, കൊൽക്കത്തയെ പരാജയപ്പെടുന്നു, ചെന്നൈയെ പരാജയപ്പെടുന്നു. നിലവിൽ ഇപ്പോൾ പോയിന്റ് ടേബിൾ വെച്ച് നോക്കിയാൽ നിലവിലെ ചാമ്പ്യന്മാരെ കൊൽക്കത്ത ഏറ്റവും അവസാനം 10ാം സ്ഥാനത്താണ്. മുംബൈ ആണെങ്കിൽ 6ാം സ്ഥാനത്തും ചെന്നൈ 7ാം സ്ഥാനത്തുമാണുള്ളത്. ഡൽഹി 2ാം സ്ഥാനത്തുമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പോയിന്റ് ടേബിളിൽ ആദ്യത്തെ ഒരു 5ൽ വരേണ്ട ടീം ചെന്നൈ ആയിരിക്കും, അല്ലെ മുംബൈ ആയിരിക്കും. അവരൊന്നുമില്ല, അവരൊക്കെ ഏറ്റവും താഴോട്ട് പോയി. സ്വാഭാവികമായിട്ടും ബംഗളൂരു 1ാം സ്ഥാനത്തേക്ക് വരുന്നു. ബംഗളൂരിൻ്റെ ഈ ഭാഗത്ത് നല്ല ബാറ്റിംഗാണ്. കോഹ്ലിയുടെ ബാറ്റിംഗ് മെല്ലപ്പോക്ക് ഉണ്ടെങ്കിൽ പോലും ടീമിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അവർ മത്സരങ്ങൾ വിജയിക്കുന്നുണ്ട്, ഗ്രൗണ്ടിൽ അവർക്ക് സക്സസ് നേടാൻ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് മറ്റ് ടീമുകൾ പുറകോട്ട് പോകുന്നുണ്ട്. അതാണ് ഈ തവണത്തെ IPL കാണാൻ പറ്റും. കാരണം വെച്ചാൽ വെടിക്കെട്ട് ബാറ്റിംഗ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സൺറൈസേഴ്സിൻ്റെ അവസ്ഥ വെച്ചിട്ട് പരിതാപകരമാണ്. ഇപ്പം നമ്മൾ സൺറൈസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ചില സമയത്ത് അവർ മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തുന്നു, നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്നു. അത് ഒരു ഒറ്റക്ക് ഇതൊന്നും നോക്കാതെ അടിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ ചില മത്സരങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഒരു ബാറ്റിങ്ങിൽ വമ്പേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിക്കറ്റ് നഷ്ടമായി, അത് ഒന്നെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ പുറത്താവുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സൺറൈസേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IPL ഇപ്പോൾ ആദ്യത്തെ 2-3 മത്സരങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പല ടീമുകളുടെ 2 മത്സരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊരു വിലയിരുത്തൽ ഇപ്പോൾ എന്തായാലും സാധ്യമല്ല തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് RCBയുടെ കാര്യം പറയുകയാണെങ്കിൽ RCB 2 മത്സരങ്ങൾ ജയിച്ചു, പക്ഷേ ഇനിയും മത്സരങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പ്രകടനം അവസാന സമയം, നമ്മൾ പറഞ്ഞ പോലെ അവസാന സമയം വരെ നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ RCBക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഈ മുൻ വർഷങ്ങളിലൊക്കെ പോലെ തുടക്കത്തിൽ ചില മികച്ച പ്രകടനം നടത്തുകയും എന്നാൽ പിന്നീട് പിന്നിലേക്ക് പോകുന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു അവസ്ഥ വരും. പ്രത്യേകിച്ച് കോഹ്ലിക്കൊക്കെ ഇത്തവണ എന്തായാലും കിരീടം നേടിയേ പറ്റും എന്നുള്ളൊരു സാഹചര്യമൊക്കെ ആണ് IPL ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഈ ഇപ്പോഴത്തെ ഫോം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ? ഫോം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വളരെ കുറച്ച് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം പോയിന്റ് ടേബിളിൽ ഇപ്പം എല്ലാവർക്കും തന്നെ 2-3 ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും മറികടക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം 1ാം സ്ഥാനത്ത് ബാംഗ്ലൂർ നിൽക്കും പോലും കൊൽക്കത്ത ഏറ്റവും ലാസ്റ്റ് നിൽക്കുകയാണ്. പക്ഷേ കൊൽക്കത്തയ്ക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കാം. കാരണം വെച്ചാൽ 2 മത്സരങ്ങൾ 3 മത്സരങ്ങളൊക്കെ എല്ലാവരും കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ മുംബൈയുടെയും ചെന്നൈയുടെ സ്ഥാനത്ത് ഇവർ തൊട്ടടുത്ത സ്ഥാനത്താണ് 6-7 സ്ഥാനത്തൊക്കെ ആയിട്ട് ഇവർ നിൽക്കുന്നത്. ഇവർക്കും സ്വാഭാവിക സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കളി തുടങ്ങി അധികം മത്സരങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ ഘടകമാണ്. പിന്നെ
നിലവിലത്തെ സാഹചര്യം നമ്മൾ ബംഗളൂരുവിൻ്റെ കാര്യം പറയുന്നത് ബംഗളൂരു ടീം നല്ലൊരു സെറ്റ് ആയതുപോലെ നമുക്കെല്ലാം ഈ തവണ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെവാഗിൻ്റെ ഈ ഭാഗത്ത് നിന്നൊക്കെ ഒരു പരാമർശമുണ്ട്. ബൗളർമാരുടെ കാര്യത്തിലാണെങ്കിലും ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലാണെങ്കിലും ബംഗളൂരു RCB തവണ ഇച്ചിരി സ്ട്രോങ് ആണ്. അവരുടെ കൂട്ടത്തിൽ ഹേസൽവുഡിൻ്റെ ബോളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പന്ത് നന്നായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭുവനേശ്വർ കുമാറിൻ്റെ കാര്യം നന്നായിട്ട് പന്ത് സ്വിങ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബോളറാണ്. അതുപോലെ തന്നെ ഒരു ടീം ഒരു സെറ്റാണ്. അതെ, എന്തായാലും ഇപ്പോഴത്തെ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുക എന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സെവാഗിനെ പോലുള്ള ആളുകൾ ഇങ്ങനത്തെ ഇത്തരം പരിഹാസങ്ങളിലൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും RCBക്ക് ഈ ഒരു മികച്ച തുടക്കം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയട്ടെ. മറ്റു ടീമുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവർ ഏത് നിമിഷവും തിരിച്ചു വരാൻ കഴിയുന്ന ടീമുകൾ തന്നെയാണ്. ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും മറ്റുള്ള ടീമുകളെ, ചെന്നൈയുടെ ബാറ്റിംഗ് ഇപ്പോൾ ഇത്ര ശരാശരി ടീമാണെങ്കിൽ പോലും ഇപ്പോൾ മുംബൈ അങ്ങനെയുള്ള ടീമുകളെല്ലാവരും ഒരു ശക്തമായ തിരിച്ചുവരവ് കാഴ്ചവെക്കാറുള്ള ടീമുകളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ RCBനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എന്തായാലും ഒരു ഈസി ഇതായിരിക്കില്ല, ഈസി റൺ ആയിരിക്കില്ല. എന്തായാലും മികച്ച മത്സരങ്ങൾ തന്നെ തവണ ഇനിയും നമുക്ക് IPL കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.